നമ്മളെ പുനർപതനം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ റിലാപ്സ്, സ്ലിപ്പ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. പുനർപതനം, വീണ്ടും കുടിച്ചുപോയി എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ നമ്മളെ വല്ലാതെ അലവരസപ്പെടുത്തുകയും നമ്മളെ വളരെ ബുദ്ധിമുട്ടിലാക്കുകയും ചിന്താക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണിത്, ഈ പുനർപതനം എന്ന് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരുപക്ഷെ പുനർപതനം സംഭവിക്കുന്ന ആള് പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വീണ്ടും കുടിച്ചു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഒത്തിരി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുമ്പ്, പലപ്പോഴും പല മീറ്റിങ്ങുകളിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പൊ എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാര് ഒരിക്കല് നമ്മളെയൊക്കെ കളിയാക്കി പറഞ്ഞത് ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അതായത്, കുടിക്കാതെ ഇരിക്കുന്ന അവസ്ഥയേക്കാൾ കൂടുതലായിട്ട് കുടിച്ചിരിക്കുന്ന അവസ്ഥയെ ഒരാൾ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അയാൾ കുടിക്കുന്നു, അതിനകത്ത് എന്താണ് അത്ഭുതപ്പെടാനിരിക്കുന്നു എന്ന രീതിയിലാണ് അവരതിനെ പിന്നെ വ്യാഖ്യാനിച്ചത്. ഇപ്പൊ കുടിക്കാതിരിക്കുമ്പോ ഒരു ഒരു അവസ്ഥാവിശേഷം ഉണ്ടല്ലോ, ഒരു സ്ഥിതി വിശേഷം ഉണ്ടല്ലോ. അതിനേക്കാൾ കൂടുതലായിട്ട് കുടിച്ച അവസ്ഥയെ അയാൾ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അയാൾ വീണ്ടും കുടിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇതൊരു രോഗം എന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണുമ്പോൾ ആ പ്രസ്താവനയോട് യോജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം മദ്യാസക്തിയെ ഒരു രോഗം എന്ന നിലയിൽ കണ്ടുകൊണ്ട് കാണുമ്പോൾ, വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടുകൊണ്ട് നോക്കി കാണുമ്പോൾ, ഈ പുനർപതനത്തെ നമുക്ക് അത്തരത്തില് പിന്നെ ഒരു തമാശയായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓരോ മദ്യാസക്തനും സ്വയം ഒരു നിരീക്ഷണത്തിനും ഒക്കെ വിചിന്തനത്തിനും ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ 16 വയസ്സ് പ്രായമുള്ളപ്പോൾ 2 ഔൺസ് നാടൻ ചാരായം കുടിച്ചു. എനിക്കതിന്റെ രുചി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം സാധാരണ ഒരു പാനീയമല്ല, അത് കുടിച്ചിറക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞാനത് മുഴുവനായും കുടിച്ചില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പാനീയം നമ്മൾ മുഴുവനായും കുടിക്കില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഞാൻ തുപ്പിക്കളഞ്ഞു. പക്ഷെ എനിക്കത് വീണ്ടും കുടിക്കണമെന്ന് തോന്നി. അതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. വീണ്ടും അത് കുടിക്കണമെന്ന് എനിക്ക് തോന്നിയെങ്കിൽ അതിന്റെ രുചിയോ മണമോ ഒന്നുമല്ല എന്നെ ആകർഷിച്ചത്. അത് എൻ്റെ തലച്ചോറിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, എൻ്റെ തലച്ചോറിൽ അത് സൃഷ്ടിച്ച അനുഭൂതി, ഈ അനുഭൂതിയാണ് വീണ്ടും എന്നെ കുടിക്കാൻ പ്രേരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും എനിക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പനൊരു ഭയങ്കര കുടിയനായിരുന്നു, മദ്യാസക്തി രോഗിയായിരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ അന്ന് അതിനെ കുറിച്ചിട്ടൊന്നും മനസ്സിലാക്കാനോ മറ്റൊരാളുടെ മദ്യാസക്തന്റെ രോഗത്തെ കുറിച്ച് നമുക്ക് വിധി പറയാനൊന്നും പറ്റില്ല. എന്താണേലും അതിഭയങ്കരമായ ഒരു കുടിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവ്. അതിന്റെ എല്ലാ തരത്തിലുമുള്ള തിക്ത ബുദ്ധിമുട്ടുകളും ഫലങ്ങളും അനുഭവിച്ച ഒരാളുമാണ് ഞാൻ. അപ്പൊ എനിക്ക് 16 വയസ്സ് എന്ന് പറയുന്നത് തീരെ ചെറിയൊരു പ്രായമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, എനിക്ക് ലോക പരിചയമുണ്ട്, നന്നായിട്ട് പിന്നെ പൊതുജനങ്ങളുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ ഞാൻ ഇടപെടുന്നുണ്ട്. അതുപോലെ സാമാന്യം നല്ല രീതിയിലുള്ള ഒരു മതപരമായ കാഴ്ചപ്പാട് എനിക്ക് ഉണ്ട്. ഈ എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കെ വീണ്ടും കുടിക്കണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ആ വീണ്ടുമുള്ള കുടിയെ തടയാൻ എൻ്റെ കൈവശമുള്ള ഉപകരണങ്ങളൊന്നും പര്യാപ്തമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എൻ്റെ തലച്ചോറിൽ ആ രൂപം കൊണ്ട ആ ഒരു അനുഭൂതി, അല്ലെങ്കിൽ ആ മദ്യത്തോട് എനിക്ക് തോന്നിയ ആസക്തിയെ ഒന്നിനും തടഞ്ഞു നിർത്താൻ ആകുമായിരുന്നില്ല. അവിടെ ഞാൻ വീണ്ടും കുടിച്ചു. അവിടെ ഒരു ധാർമ്മിക പ്രശ്നം ഉടലെടുക്കുന്നുണ്ട്. കാരണം കുടിക്കുന്നത് നല്ലതല്ല എന്ന് സമൂഹത്തിൽ അന്നും ഇന്നും പരക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. കുടിച്ച് ആളുകൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും, അതുപോലെ തന്നെ മദ്യത്തിന്റെ വില, സാമ്പത്തികമായി അതുണ്ടാക്കുന്ന പിന്നെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കുടിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് കുടിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് അന്നും ഇന്നും ലോകം അംഗീകരിക്കുന്നില്ല. കുടുംബങ്ങളിൽ അതിന് പിന്നെ അംഗീകാരവും ഇല്ല. പക്ഷെ എല്ലാവരും മദ്യപിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടാകാം ഒരു പക്ഷെ എങ്കിൽ പോലും പൊതുവെ ഭൂരിപക്ഷം കുടുംബങ്ങളും ആളുകളും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് കുടിക്കാത്തവരാരും തന്നെ, ഈ മദ്യപാനത്തെ അംഗീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് ഇത്തരം അന്ന് നിലവിലുണ്ടായിരുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും
ഞാൻ ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യായങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. കാരണം അന്നത്തെ എൻ്റെ ഒരു സത്യസന്ധതയും അതുപോലെ തന്നെ സാമൂഹിക ബോധവും കുടുംബത്തോടുള്ള മാതാപിതാക്കളോടുള്ള ബഹുമാനവും അതുപോലെ തന്നെ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് ആ അറിവുകളൊക്കെ എൻ്റെ കയ്യിലിരിക്കെ വീണ്ടും ഞാൻ കുടിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നീതീകരണങ്ങൾ, ന്യായങ്ങൾ ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്. മനുഷ്യൻ ഏതൊരു പ്രവൃത്തി ആര് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ന്യായം അദ്ദേഹം കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ പ്രവൃത്തി അയാൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്തത് ഇതാണ്. ഞാൻ എൻ്റെതായ ന്യായങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ സത്യസന്ധനായിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം കുടിയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മിക നിലവാരം എനിക്ക് പുലർത്താൻ സാധിക്കുകയില്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് കുടിക്കൽ അസാധ്യമാണ്. കാരണം അന്ന് ഇപ്പം നിലവിലുണ്ടായിരുന്ന എൻ്റെ ധാർമ്മിക ചിന്തകളും അറിവുകളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് കുടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ധാർമ്മിക നിലവാരത്തെ സാവധാനത്തിൽ താഴേക്ക് വന്നുകൊണ്ടേയിരുന്നു. എങ്കിൽ മാത്രമേ കുടി നിലനിർത്താൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അത് അങ്ങനെ പുരോഗമിച്ച് ഒരു 30 വയസ്സ് ഒക്കെ പ്രായമായപ്പോഴത്തേനും എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞത്, ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമായിരുന്നു നിന്റെ പിതാവ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടി അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഞാൻ ആ ഒരു കാലത്ത് ഈ കുടിയെ കുറിച്ചിട്ടൊക്കെ ഒരു 30 വയസ്സൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ജോലി ലഭിച്ചു. ഞാൻ വിവാഹിതനായിട്ടില്ല. എങ്കിൽ പോലും പുസ്തകങ്ങളൊക്കെ നന്നായി വായിക്കുന്നുണ്ട്. അപ്പം ആരോഗ്യത്തിന് ഹാനികരമല്ലാതെ എങ്ങനെ മദ്യപിക്കാമെന്ന് അമേരിക്കയിലെ 7 ഡോക്ടർമാർ ചേർന്ന് എഴുതിയ ഒരു ചെറിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊക്കെ ഇടയ്ക്ക് വായിച്ചു നോക്കാറുണ്ട്. കാരണം ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എങ്ങനെ കുടിക്കാമെന്നൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ കാലത്ത്. പക്ഷെ ഒരു തരത്തിലുമുള്ള നിയന്ത്രണം മദ്യത്തിന്റെ മോള് എനിക്കൊട്ടില്ലതാനും. അത് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ കുടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുടി നിർത്താനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് പലപ്പോഴായിട്ട്. ഒരുപക്ഷെ ഈ പുനർപതനം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുകയും അതിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും കുടി നിർത്താനുള്ള ഒരു തീരുമാനം എടുക്കുകയും കുറച്ചു കാലം കുടിക്കാതിരിക്കുകയും ചെയ്തതിന് ശേഷം അയാൾ വീണ്ടും കുടിക്കുമ്പോഴാണ് പുനർപതനം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ മദ്യാസക്തൻ അനവധി തവണ പുനർപതനത്തിന് വിധേയനായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഏതൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഓരോ കുടി കുടിക്കുമ്പോഴും ഉണ്ടാകുന്ന വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അയാളെ മദ്യത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ട്. അപ്പൊ കുടി നിർത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും അയാൾ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ ഞാനും അത്തരത്തിൽ പല പ്രാവശ്യം കുടി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തി, നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതൊക്കെ പരാജയപ്പെട്ടു. അതൊക്കെ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഒരു ചികിത്സാലയത്തിൽ എത്തുകയും അതുപോലെ തന്നെ അതിനുശേഷം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുകയും പിന്നീട് ഞാൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും തുടർച്ചയായി അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും ഒത്തിരി യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ അനായാസമായിട്ട് സാധിച്ചു. ഒത്തിരി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഒരാൾ കുറച്ചു കാലം കുടിക്കാതെ ഇരുന്നതിന് ശേഷം വീണ്ടും എന്തുകൊണ്ടാണ് കുടിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യകാലത്ത് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആരംഭകാലത്ത് തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ അംഗങ്ങളുടെ ഇടയിൽ ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഒക്കെ രൂപീകൃതമായി അതിന്റെ ഗ്രൂപ്പുകൾ തുടങ്ങി, ധാരാളം ആളുകൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വന്നു തുടങ്ങി. ആദ്യകാലത്തൊക്കെ അതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്നവരൊക്കെ തന്നെ മിക്കവാറും ആൽക്കഹോളിക്സ് അനോണിമസിൽ വരികയും എയുടെ പടികൾ ഒക്കെ അനുസരിച്ച് ആ ഒരു രീതികൾ അനുസരിച്ച് ജീവിക്കുകയും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. പക്ഷേ ഇടക്കാലത്ത് ധാരാളം ആളുകൾ തുടർച്ചയായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുകയും അതിൽ പലരും വീണ്ടും 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 കുടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായി. അതായത് പുനർപതനം. അപ്പൊ അക്കാലത്ത് ആളുകളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ, പൊതുജനത്തിന്റെ ഇടയിൽ ഒരു
ഒരു അഭിപ്രായം രൂപപ്പെട്ടു. ഈ കള്ളുകുടിയന്മാരും നന്നാകാൻ പോകുന്ന ആളുകളല്ല, ഇവർക്ക് ഒരിക്കലും കുടി നിർത്താൻ സാധിക്കുകയില്ല, ഇവരെന്തോ വട്ട് കേസാണ്, ഈ കുടിയന്മാരെ വിശ്വസിക്കാൻ പറ്റുകയില്ല, ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ആൽക്കഹോൾസ് അനോണിമസിന് വെളിയിൽ വന്നു. അന്ന് നമ്മുടെ പ്രശസ്തനായ അല്ലെങ്കിൽ ആൽക്കഹോൾസ് അനോണിമസിന്റെ ഉത്ഭവത്തിന് തന്നെ കാരണഭൂതനായ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സിൽക്ക് വർത്ത് ഒരു ലേഖനം എഴുതി. അത് പുനർപതനത്തെ കുറിച്ച് ഒരു ലേഖനം അദ്ദേഹം ഗ്രേറ്റ് പോയിന്റ് എഴുതി. അദ്ദേഹം ചില കാര്യങ്ങൾ, ചില പോയിന്റുകൾ, ഇതിന് വ്യക്തമായ ഒരു ചില മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞത്, അന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി, സാധാരണ മദ്യാസക്തർക്കും അതുപോലെ പബ്ലിക്കിനും വേണ്ടിയാണ് അദ്ദേഹം വന്ന ഗ്രേറ്റ് പോയിന്റ് ആ ലേഖനം എഴുതിയത്. എന്താണെങ്കിലും അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയം, നാം കരുതുന്നത് പോലെ മദ്യാസക്തർ ഏതെങ്കിലും പ്രത്യേക വർഗത്തിലോ വിഭാഗത്തിലോ പെട്ട വട്ടുകേസോ അല്ലെങ്കിൽ ഭ്രാന്തുള്ള ആളുകളും അല്ല, അവർ രോഗികളാണ്. അപ്പൊ മദ്യപാന ആസക്തി ഒരു രോഗമാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ബിഗ് ബുക്കിന്റെ ആദ്യത്തെ പേജുകളിൽ കണ്ടതാണ്. മാനസികമായ ഒരു വിധേയത്വവും ശാരീരികമായ അലർജിയുമാണ്, ധാർമ്മികമായ ഒരു അധപ്പതനമാണ് അതിൻ്റെയൊക്കെ ഫലം. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പല ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും വായിച്ച് കേട്ടിട്ടുള്ള ആശയങ്ങളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, മദ്യപാന ആസക്തി മറ്റേതൊരു രോഗത്തെയും പോലെ തന്നെ ഒരു രോഗമാണ്, അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്ന് മാത്രം. അല്പം മറ്റു രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്പവും കൂടി കുഴഞ്ഞു മറിഞ്ഞ അല്ലെങ്കിൽ അല്പം ഗുരുതരമായ ഒരു രോഗാവസ്ഥയാണ് മദ്യപാന ആസക്തി. ചില രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചികിത്സകളുമുണ്ട്. പക്ഷേ മദ്യപാന ആസക്തി എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ച ഒരു കീറാമുട്ടി എന്ന ഒരു വാക്കാണ് പലപ്പോഴും ബില്ല് അദ്ദേഹത്തിന്റെ കഥയിൽ ഉപയോഗിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കീറാൻ പറ്റാത്ത മുട്ടി, കീറാമുട്ടി ഇംഗ്ലീഷിൽ വേറെ ഏതൊരു വാക്കാണ്. അപ്പൊ അത്തരത്തിലൊരു കീറാമുട്ടിയാണ് മദ്യപാന ആസക്തി എന്ന രോഗം. അദ്ദേഹം മറ്റ് രോഗങ്ങളെയുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്തു. ഇപ്പൊ ഉദാഹരണത്തിന് ക്യാൻസർ, നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു രോഗമാണ് ക്യാൻസർ. അതുപോലെ തന്നെ പ്രമേഹം സർവ്വസാധാരണമായ ഒരു രോഗമാണ് പ്രമേഹം. അതുപോലെ തന്നെ ഹൃദ്രോഗം, ഹൃദയ സംബന്ധമായ ചില രോഗങ്ങൾ. അപ്പൊ ഇത്തരം രോഗങ്ങളൊക്കെ ഒരു മനുഷ്യനെ ബാധിച്ചാൽ ചില ചികിത്സകളുണ്ട് ഇത്തരം രോഗങ്ങൾക്ക്. അപ്പൊ ഈ രോഗങ്ങൾക്ക് ഡോക്ടർ നൽകുന്ന ചികിത്സയുടെ ഫലമായിട്ട് രോഗിക്ക് വളരെ ആശ്വാസവും വളരെ സുഖപ്രദവുമായ ഒരു നിലയിലേക്ക് എത്താറുണ്ട്. ഉദാഹരണത്തിന് പ്രമേഹം ബാധിച്ച ഒരു രോഗിയോട് ഡോക്ടർ പറയുന്ന നിർദ്ദേശം പഞ്ചസാര ഉപയോഗിക്കരുത്, ഭക്ഷണം കുറയ്ക്കണം, ഇതാണ് പറയുന്നത്. പിന്നെ മറ്റ് മരുന്നുകളുണ്ട്, ഗുളികകളും ഇൻസുലിനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് പഞ്ചസാര ഉപയോഗിക്കരുത്, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പഞ്ചസാര ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ ആദ്യമായി പ്രമേഹം കണ്ടെത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിലേക്കൊരു ഷോക്ക് പോലെ കടന്നു വരും. ഇനി പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നുകൂടും. പഞ്ചസാര കാണുമ്പോൾ അദ്ദേഹത്തിന് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അത് ഉപയോഗിക്കാൻ പറ്റുകയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷെ സ്വാഭാവികമായിട്ടും അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് ഡോക്ടർ നിർദ്ദേശം അത് വിശ്വസിക്കുന്നത് കൊണ്ട് അദ്ദേഹം കഴിയും വിധം പഞ്ചസാര ഉപയോഗിക്കാതെ, മനഃപൂർവ്വം വല്ലപ്പോഴും വളരെ അത്യപൂർവമായി ഉപയോഗിക്കാതെ അദ്ദേഹം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ആ ഡോക്ടറുടെ നിർദ്ദേശത്തെ അവഗണിച്ച് അയാൾ പഞ്ചസാര ഉപയോഗിക്കുകയോ അമിതമായ ഭക്ഷണം കഴിക്കുകയോ ചെയ്ത് അധിക കാലം ജീവിച്ചിരിക്കുകയില്ല, അക്കാര്യത്തിന് സംശയമൊന്നുമില്ല. ഹൃദ്രോഗിയുടെ കേസും ഇത് തന്നെയാണ്. ഹൃദ്രോഗം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വാൾവുകളെയും അതുപോലെ തന്നെ ഹൃദയത്തെയും ബാധിക്കുന്ന രോഗമാണ്. ഇത്തരം രോഗം ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ചില നിർദ്ദേശങ്ങൾ ഉറക്കിളക്കരുത്, അല്ലെങ്കിൽ അതുപോലെ വലിയ കഠിനമായ ജോലികൾ ചെയ്യരുത്, കോമണിപ്പടി കയറരുത്, ഇത്തരം ചില നിർദ്ദേശങ്ങൾ ഡോക്ടർ നൽകാറുണ്ട്. സ്വാഭാവികമായിട്ടും ഈ രോഗം ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗികൾക്കൊക്കെ ആദ്യകാലത്ത് ഒരുപക്ഷെ തുടക്കത്തിൽ വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കും ജീവിതത്തെ നേരിടുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ രോഗം സുഖപ്പെട്ടു എന്നവർക്ക് തോന്നുന്നു. അവരെ ഇത്തരം കാര്യങ്ങളിൽ അശ്രദ്ധമായി പ്രവർത്തിക്കുന്നു, രോഗം മൂർച്ഛിക്കുന്നു. ഉദാഹരണം കോണിപ്പടി കയറണ്ടെന്ന് പറഞ്ഞാൽ മരത്തേലായിരിക്കും കയറുന്നത് ഹൃദ്രോഗമുള്ളവന്. സ്വാഭാവികമായിട്ടും അധികം വൈകാതെ അദ്ദേഹം ഹൃദയം സ്തംഭിച്ച്
മരണത്തിന് അടിമപ്പെടേണ്ടി വരും. മദ്യാസക്തന്റെ കേസ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം മദ്യാസക്തി ഒരു രോഗമാണ്. അത് പിന്നെ ശാരീരികമായ ഒരു അലർജിയാണ്, മാനസികമായി ഒരു പിന്നെ വിധേയത്വമാണ്, ധാർമ്മികമായി ഒരു അധപ്പതനം സംഭവിച്ചിരിക്കുന്നു. ഇതിന് തിരികെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും മുമ്പോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം സത്യത്തിൽ പുറകോട്ട് പോരേണ്ടതുണ്ട്. കാരണം ബഹുദൂരം നാം മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് കുടിക്കാൻ വേണ്ടി അവന്റെ ചിന്തയെയും അവന്റെ മനസ്സിനെയും പ്രവൃത്തികളെയും സമൂഹത്തെയും ഒക്കെ വെട്ടിലാക്കിക്കൊണ്ട് ബഹുദൂരം സഞ്ചരിച്ച ഒരാളാണ് മദ്യാസക്തൻ. പുറകോട്ട് തിരികെ വരേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ധാർമ്മിക നിലവാരം, താന്നുപോയ ധാർമ്മിക നിലവാരത്തെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റം പറയുകയും തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുകയും നുണ മാത്രം പറയുകയും ചെയ്ത് ശീലിച്ച ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പം ഞാന് പിന്നെ കുടിയൊക്കെ നിർത്തി ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു. എനിക്ക് കുടിക്കണമെന്ന് തോന്നിയത് എപ്പോഴാണ് എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ആരോടെങ്കിലും വൈരാഗ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോഴാണ്, എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയപ്പോഴാണ് എനിക്ക് കുടിക്കാൻ തോന്നിയത്. അതിൻ്റെ അർത്ഥം ദേഷ്യപ്പെടാൻ ഞാൻ യോഗ്യനല്ല. കാരണം ഒരാളോട് എനിക്ക് ദേഷ്യം വന്നാൽ, ഒരാളോട് എനിക്ക് പിന്നെ വൈരാഗ്യം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയാൽ അത് എന്നെ കുടിയിൽ കൊണ്ടുപോയി എത്തിക്കും. അപ്പൊ അതുകൊണ്ട് എങ്കിൽ പിന്നെ നാളെ മുതൽ ഞാൻ ദേഷ്യപ്പെടുന്നില്ല, നാളെ മുതൽ എനിക്ക് ആരോടും വൈരാഗ്യമില്ല എന്ന ഒരു തീരുമാനമെടുത്ത് ജീവിക്കാൻ മാത്രം അനുയോജ്യമായ ഒരു തലച്ചോറല്ല എനിക്കുള്ളത്. ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ തലച്ചോറിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ തലച്ചോറിന് എന്തെങ്കിലും, എൻ്റെ ചിന്തകൾക്കും എൻ്റെ പിന്നെ സമീപനങ്ങൾക്കും ആറ്റിറ്റ്യൂഡിനും ഇതിനും ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു സ്വാധീനം എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റം എനിക്ക് വരണമെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ ഈ സന്നിഗ്ധ ഘട്ടത്തിലാണ് എൻ്റെ സഹായത്തിന് എത്തിയത്. കാരണം ഈ പടികൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, മദ്യാസക്തരായ എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലാണ് പലപ്പോഴും. അല്ലാതെ ബസ്സേന്ന് കണ്ടക്ടർ 10 പൈസ തന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു എന്തെങ്കിലും വഴക്ക് പറഞ്ഞ് അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരും, അതങ്ങ് തീർന്നു. നമ്മൾ അതുപോലെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, ചിലപ്പോൾ ചെറിയ ചെറിയ അല്ലറ വഴക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അല്ലെങ്കിൽ ഒരു കടയിൽ ഒരു സാധനം വാങ്ങുമ്പോൾ ചെറിയൊരു തർക്കം ഉണ്ടായി, അതൊക്കെ അങ്ങ് തീർന്നു പോകും. അതൊന്നുമല്ല നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. നമ്മളെ ബാധിക്കുന്ന പ്രശ്നം നമ്മുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള അംഗങ്ങളുമായുള്ള നമ്മുടെ മാനസികമായ ഒരു പൊരുത്തമാണ്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ മിക്കവാറും ഒരു പിന്നെ മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന അയാളുടെ ഭാര്യയായിരിക്കും. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മദ്യം വളരെ ഇഷ്ടപ്പെട്ട, എത്രയോ വർഷം അദ്ദേഹം മദ്യം കഴിച്ചിട്ടുണ്ടാകും. അതിന് തടസ്സം നിന്നവളാണ് ഭാര്യ. അതുകൊണ്ടാണ് ഉപബോധ മനസ്സിൽ പോലും ഭാര്യയോട് നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു കലിപ്പ് അല്ലെങ്കിൽ ഒരു വൈരാഗ്യം, വിദ്വേഷം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അത് കളയാതെ പിന്നെ കുടി നിർത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് സാധിക്കുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും ഒരു പരസ്യത്തിനകത്ത് കാണാം, സന്തോഷം ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത്? പുകലയുടെ പരസ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് നാം മദ്യത്തിന്റെ പുറകെ പോയത്, കുടിക്കാൻ പോയത്? സന്തോഷമില്ല. സന്തോഷവാനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷാപ്പിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് പിന്നെ സന്തോഷമില്ല, ആരോടും സ്നേഹമില്ല, നമുക്കൊരിക്കലും ഒരു തരത്തിലും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. കക്കുംതോറും മുടിയും തോറും കക്കും എന്ന് പറയുന്നത് പോലെ കുടിക്കുന്തോറും സമാധാനം നഷ്ടപ്പെടും. സമാധാനം നഷ്ടപ്പെടുമ്പോൾ മദ്യഷാപ്പിലേക്ക് പോകും. ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തരം വല്ലാത്തൊരു തലതിരിഞ്ഞ ഒരു സ്വഭാവ വിശേഷമാണ് അവിടെ സംജാതമാകുന്നത്. അപ്പൊ അതിൽ നിന്ന് കരകയറി വരണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ പിന്നെ മനോഭാവങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ധാർമ്മിക നിലവാരവും ഒക്കെ നമ്മൾ മെച്ചപ്പെടുത്തി എടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇന്നു മുതൽ ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് പഴയ രീതിയിൽ നമ്മൾ ജീവിതം മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സാധ്യമാകുകയില്ല.
അപ്പൊ ആൽക്കഹോൾസ് അനോണിമസിൽ എത്തിയതിന് ശേഷം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കുടിക്കാതിരിക്കാൻ ആർക്കും സാധിക്കും? അത് വലിയൊരു ഭയങ്കരമായ ഒരു കാര്യമൊന്നുമല്ല. ഒരു ദിവസം കുടിക്കാതിരിക്കുക, എത്രയോ നമ്മൾ കുടിക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ജീവിതത്തെ നേരിടുക, കുടിക്കാതെ ഇരിക്കുകയും ദൈനംദിന ജീവിതത്തെ നേരിടുകയും ചെയ്യുക എന്ന ഒരു പ്രശ്നത്തിലാണ് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്. കാരണം ചെറിയ ചെറിയ നിസ്സാര കാര്യം മതി നമ്മുടെ സമനില തെറ്റാൻ. വളരെ ചെറിയ കാര്യങ്ങൾ മതി. കാരണം ഏതൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈകാരികമായ ഒരു ഇംബാലൻസ് ആണ്. ഒരു വൈകാരിക സന്തുലിതാവസ്ഥ ഇല്ല. സാധാരണ മനുഷ്യർക്ക് ഒരു പക്ഷെ അതുണ്ടാകാം, പക്ഷെ കുടിയൻ അതില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. വളരെ നിസ്സാര കാര്യം മതി സമനില തെറ്റാൻ. സമനില തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഷാപ്പിലേക്ക് പോകും, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പൊ ഈ സമനില തെറ്റാതിരിക്കാനാണ് ആൽക്കഹോൾസ് അനോണിമസിന്റെ 12 പടികൾ അനുസരിച്ച് ജീവിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി, എല്ലാവുമായും പൊരുത്തപ്പെട്ട്, എല്ലാമായി സമരസപ്പെട്ടു പോകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ഷാപ്പിലെത്തും, ഉറപ്പാണ്. കാര്യത്തിനകത്ത് യാതൊരു സംശയവും ഇല്ല. കാരണം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തു പോയി. നമ്മൾ തന്നിഷ്ടപ്രകാരം ഒത്തിരി കാലം ജീവിച്ചു. ഇനി അത് നടക്കില്ല. കുടിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരല്പം ലോകത്തിന് മുമ്പിലും പിന്നെ കീഴടങ്ങേണ്ടതുണ്ട്. സ്വന്തം കുടുംബത്തിലും ഒരുപക്ഷെ സ്വന്തം മക്കളുടെയും മാതാപിതാക്കളുടെയും മുമ്പിൽ അയാൾ അല്പം വിനയമുള്ളവനായി മാറേണ്ടതുണ്ട്. ആ പഴയ തരത്തിലുള്ള പിന്നെ തന്നിഷ്ടപ്രകാരം നമ്മൾ ജീവിച്ച അഹങ്കാരവും അതുപോലെ തന്നെ അതിൻ്റെതായ ഭാവഭേദങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിന്നു തരില്ല. കാരണം ഈ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കാണിച്ച തെണ്ടിത്തരങ്ങളും പല പല കാര്യങ്ങളൊക്കെ എല്ലാവരും ക്ഷമിച്ചു. കുടി നിർത്തിയേച്ച് അത് കാണിച്ചു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരു പിന്നെ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്തെല്ലോ കുഴപ്പം കാണിച്ചു, തെറി പറയുകയോ എന്തെല്ലോ കല്ലെടുത്ത് എറിയുകയോ ഒക്കെ ചെയ്തു. അപ്പൊ പോലീസുകാർ അവനെ പിടിച്ചുകൊണ്ട് വെച്ചാൽ അവന് പൂസല്ല, അവനെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ് കള്ള് കുടിച്ചവരോട് അത്തരം തരത്തിലുള്ള മഹാമനസ്കതയൊക്കെ സമൂഹം കാണിക്കും. നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നമുക്ക് കിട്ടിക്കാണെ എന്നതൊക്കെ പറഞ്ഞാലും അയാൾ കള്ള് കുടിച്ചു വെച്ചിട്ടല്ലേ അങ്ങനെ പറഞ്ഞത്, അത് ക്ഷമിച്ചു കളാന്നൊക്കെ. പക്ഷെ കുടി നിർത്തി വെച്ചിട്ട് ഈ വേലയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ തരത്തിലുള്ള ചിന്തകളും ആ സമീപനമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബത്തിലൊന്നും ആരും അംഗീകരിക്കുകയില്ല. മാത്രമല്ല അവർക്ക് അത്രയേറെ വേദനാജനകമായിരിക്കും അത്തരം കാര്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാൾക്ക് പുനർപതനം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു രോഗമാണ്. അത് തന്നെയാണ് അതിന്റെ കാര്യം. മദ്യപാനാസക്തി ഒരു രോഗമാണ്. ആ രോഗത്തിന്റെ പിന്നെ രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രമേഹം വന്ന ഒരാൾക്ക് ഏത് സമയത്തും പഞ്ചസാര കൂടാം. അറ്റാക്ക് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് സമയത്തും അറ്റാക്ക് വരാം. അതുപോലെ തന്നെ മദ്യാസക്തനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. അത് ഞാൻ ആദ്യം കുടിച്ചത് ആഗ്രഹം കൊണ്ടൊന്നുമല്ല. ഞാൻ ഇനിയും കുടിക്കാൻ ആഗ്രഹം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് സമയത്തും ഞാൻ കുടിക്കാം. പക്ഷെ അതിന് എതിരെ, ഓരോ കുടിക്കുമെതിരെ നാം ഉയർത്തുന്ന പ്രതിരോധം എന്ന് പറയുന്നത് സത്യത്തിൽ ആൽക്കഹോൾസ് അനോണിമസിന്റെ ഓരോ മീറ്റിങ്ങുകളുമാണ്. ഞാൻ കുടിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ 11 മണിക്ക് ഈ മീറ്റിംഗ് കയറുകയില്ല. ഞാൻ നാളെ ബീവറേജിൽ ഒരാളെ ആക്കും, പിന്നെ ഫോൺ ചെയ്ത് പറയും ഇന്ന സമയത്ത് കുപ്പി മേടിക്കണം, ഞാൻ കുടിക്കുന്ന ആളുകളെ വിളിക്കും, ഞാൻ നാളെ മുതൽ കുടിക്കാൻ തുടങ്ങുവാണ്, അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്യും. ഞാൻ കുടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കുടിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഇന്ന് 11 മണിക്ക് ഞാൻ മീറ്റിംഗിൽ കൂടി. ഈ മീറ്റിംഗിൽ 10-30 ആളുകൾ വരുന്നുണ്ട്. അവർ കുടിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവർ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതൊരു ജീവിത രീതിയാണ്. ആ ജീവിത രീതി എന്താണ് എന്ന് ഓരോ ദിവസവും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് അബദ്ധമൊക്കെ പറ്റും, തെറ്റൊക്കെ പറ്റും. പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുറ്റങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടാണ്. പക്ഷെ അത് മനസ്സിലാക്കുവാനും അത് തിരുത്തി മുമ്പോട്ട് പോകുവാനുമാണ് ഒരു മദ്യാസക്തൻ എന്ന നിലയിൽ ഞാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പിന്നെ പുനർപതനം തടയാൻ, അല്ലെങ്കിൽ ഈ പുനർപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാം. കാരണം മിക്കവാറും എല്ലാവർക്കും തന്നെ പുനർപതനം സംഭവിച്ചിട്ടുള്ളവരായിരിക്കും, ആൽക്കഹോൾസ് അനോണിമസിൽ വരുന്നതിന് മുമ്പോ അതിന് ശേഷമോ ഒക്കെ. പക്ഷെ ഇത് തടയാൻ, പുനർപതനം സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ ഏകദേശം 20 ലക്ഷത്തിൽ ആളുകൾ മദ്യപിക്കാതിരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് എന്തോ അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. അറിയത്തില്ലാത്തവര്, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, മനസ്സിലാക്കാൻ കഴിയാതെ പോയവര്, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കുടിക്കാതിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ മുക്കിലും മൂലയിലും. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അവരുടെ
പ്രവർത്തന പരിപാടി, അവരുടെ പരിപാടി എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരാളെ പോലും അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരാളായിരുന്നു ഞാൻ ആൽക്കഹോൾസ് അനോണിമസിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് ആരെയെങ്കിലും അനുസരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് അബദ്ധമാണെങ്കിലും വിഡ്ഢിത്തരമാണെങ്കിലും ആരെയെങ്കിലും ഈ ലോകത്തിൽ അനുസരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യം അനുസരിക്കാൻ പഠിച്ചു, അനുസരിക്കാൻ തുടങ്ങി. അത് തന്നെയാണ് ഒരുപക്ഷെ എൻ്റെ സുബോധത്തിന്റെ ആണിക്കല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.